കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് രൂക്ഷമായി തുടരുന്നു. രജിസ്ട്രാർ കേസ് അനിൽകുമാർ സർവകലാശാലയിലെത്തി. വിസിയെ വെല്ലുവിളിച്ച രജിസ്ട്രാറെ തടയണമെന്ന നിർദ്ദേശം നടപ്പായില്ല. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് രൂക്ഷമായി തുടരുന്നു. രജിസ്ട്രാർ കേസ് അനിൽകുമാർ സർവകലാശാലയിലെത്തി. വിസിയെ വെല്ലുവിളിച്ച രജിസ്ട്രാറെ തടയണമെന്ന നിർദ്ദേശവും നടപ്പായില്ല. വിസിയെ അനുസരിക്കാതെ സുരക്ഷാ ഉദ്യോഗസ്ഥർ. രജിസ്ട്രാർ എത്തി ഓഫീസിൽ പ്രവേശിച്ചു. കേരള സർവകലാശാല വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് രൂക്ഷമായി തുടരുന്നതിനിടയിൽ രജിസ്ട്രാർ ഓഫീസിലെത്തി. ഓഫീസിൽ പ്രവേശിച്ചു. വിസിയെ വെല്ലുവിളിച്ച രജിസ്ട്രാർ കേസ് അനിൽകുമാർ സർവകലാശാലയിലെത്തി. രജിസ്ട്രാറെ തടയണമെന്ന നിർദ്ദേശം നടപ്പായില്ല. വിസിയുടെ നിർദ്ദേശം തള്ളി അനിൽകുമാർ സർവകലാശാലയിൽ എത്തി. ഓഫീസിൽ പ്രവേശിച്ചു. തടയണമെന്ന വിസിയുടെ നിർദ്ദേശം നടപ്പായില്ല. സ്ഥലത്തെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സുരക്ഷാ സന്നാഹത്തെ തന്നെയാണ് നിയമിച്ചിരിക്കുന്നത്. വിസിയുടെ നിർദ്ദേശം തള്ളി അനിൽകുമാർ. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് രൂക്ഷമായി തുടരുന്നതിനിടയിൽ രജിസ്ട്രാർ കേസ് അനിൽകുമാർ സർവകലാശാലയിലെത്തി. വിസിയെ വെല്ലുവിളിച്ച രജിസ്ട്രാറെ തടയണമെന്ന നിർദ്ദേശം നടപ്പായില്ല. വിസി അനുസരിക്കാതെ സുരക്ഷാ ഉദ്യോഗസ്ഥർ. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് രൂക്ഷമായി തുടരുന്നു. രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിലെത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, വിസിയെ വെല്ലുവിളിച്ച് രജിസ്ട്രാറെ തടയണമെന്ന നിർദ്ദേശം നടപ്പായില്ല. രജിസ്ട്രാർ ഓഫീസിലെത്തി. മറ്റ് വിവരങ്ങൾ. തീർച്ചയായും ഇന്ന് രാവിലെയാണ് VC മോഹൻ കുന്നുമ്മേൽ ഒരു നിർദ്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. KS അനിൽകുമാർ സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ഏതായാലും ഇതിന് പിന്നാലെ സർവകലാശാലയിൽ വൻ പോലീസ് സന്നാഹമൊക്കെ നിലയുറപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പസമയം മുമ്പ് KS അനിൽകുമാർ സർവകലാശാലയിലേക്ക് എത്തി. പക്ഷേ അനിൽകുമാറിനെ തടയാൻ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. വിസിയുടെ ആ ഒരു നിർദ്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥർ നടപ്പാക്കിയില്ല. വിസിയുടെ ആ ഓഫീസിലേക്ക് പ്രവേശിക്കരുത്. കഴിഞ്ഞ ദിവസവും KS അനിൽകുമാറിന് വിസി നോട്ടീസ് നൽകിയിരുന്നു. ഓഫീസിലേക്ക് പ്രവേശിക്കരുത്, മറിച്ച് അതുപോലെ തന്നെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കരുത്, അങ്ങനെയെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള നോട്ടീസ് നൽകിയിരുന്നു. ഏതായാലും ഇപ്പോൾ അതൊന്നും വകവയ്ക്കാതെ വിസിയുടെ നിർദ്ദേശത്തെ തള്ളിക്കൊണ്ട് KS അനിൽകുമാർ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് അദ്ദേഹം ഓഫീസിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിനോയ് ചേരുന്നുണ്ട്. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തിയിരിക്കുന്നു. വിസിയെ വെല്ലുവിളിച്ച രജിസ്ട്രാർ. ബിനോയ്, തുടരാം. 11 മണിയോടുകൂടിയാണ് രജിസ്ട്രാർ KS അനിൽകുമാർ കേരള സർവകലാശാല ആസ്ഥാനത്ത് എത്തിയത്. ഈ സമയത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒട്ടുമിക്ക ആളുകളും സർവകലാശാല ആസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്: നിയമപരമായ നീക്കങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ആരെയും അനുവദിക്കത്തില്ല. വിസിയെ വൈസ് ചാൻസലർ അനാവശ്യമായി ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം ഈ KS അനിൽകുമാറിനെ ആരെങ്കിലും തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ തടയുന്നവരെ കൃത്യമായി മാറ്റും എന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും രജിസ്ട്രാർ വാഹനത്തിലെത്തി നേരെ രജിസ്ട്രാറിന്റെ മുറിയിലേക്ക് എത്തി. അദ്ദേഹം ഇപ്പോൾ രജിസ്ട്രാറിന്റെ മുറിയിലാണുള്ളത്. നേരത്തെ അദ്ദേഹത്തിനെ ചുമതലയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ഒരു കത്ത് അല്ലെങ്കിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഒപ്പം
പകരം ചുമതലയേൽക്കേണ്ടത് മിനി കാപ്പനായിരുന്നു. അവർ 3ാം നിരയിലാണ് ഉള്ളത്. പ്ലാനിംഗ് സെക്ഷനിലുള്ള ആളാണ്. അതുകൊണ്ട് അവർ താഴേക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമായിരിക്കും ഒരു അധികാര തർക്കത്തിലേക്ക് മറ്റുമൊക്കെ കാര്യങ്ങൾ നീങ്ങുക. നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു നീക്കം ഉണ്ടായിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞിരുന്നു, ഏതെങ്കിലും കാരണവശാൽ KS അനിൽകുമാർ രജിസ്ട്രാറുടെ മുറിയിലേക്ക് വരികയാണെങ്കിൽ തടയണം എന്നൊരു നിർദ്ദേശം അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർക്ക് നൽകിയിരുന്നെങ്കിലും അവർ തടയാനൊന്നും തയ്യാറായില്ല. അവർ മാറി നിന്നു. അദ്ദേഹം മുറിയിലേക്ക് പോവുകയും ചെയ്തു. ഒപ്പം സിൻഡിക്കേറ്റ് അംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കാരണം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം രജിസ്ട്രാറായിട്ട് സർവകലാശാലയിൽ തുടരുന്നത്. അദ്ദേഹം സർവകലാശാലയിൽ രജിസ്ട്രാറായി തുടരണം എന്നുള്ളത് കൃത്യമായും CPIM-ന്റെയും ഇടതുപക്ഷത്തിന്റെയൊക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ ഇതിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. അവർ തന്നെ ഒപ്പം രജിസ്ട്രാർക്കൊപ്പം സർവകലാശാലയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ അവരും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഇനി എപ്പോഴെങ്കിലും മിനി കാപ്പൻ, അതായത് ഇപ്പോൾ ഉത്തരവനുസരിച്ച് വൈസ് ചാൻസലറുടെ ഉത്തരവനുസരിച്ച് രജിസ്ട്രാറുടെ ചുമതല നൽകിയിട്ടുള്ള മിനി കാപ്പൻ എപ്പോഴെങ്കിലും താഴേക്ക് ഇറങ്ങി വന്ന് രജിസ്ട്രാറുടെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ ഒരു അധികാര തർക്കത്തിനും മറ്റും കാര്യങ്ങൾ നീങ്ങുക. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു അധികാര തർക്കമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹമാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് സജ്ജമാക്കിയിട്ടുള്ളത്. അതേസമയം വൈസ് ചാൻസലർ ഇതുവരെയായും അവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം ഒരു ചടങ്ങിൽ നഗരത്തിൽ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗവർണറോടൊപ്പം അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ വൈസ് ചാൻസലർ സർവകലാശാല ആസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ തടയുമെന്ന് പറഞ്ഞത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പ്രതിഷേധക്കാർക്ക് ആർക്കും തന്നെ സർവകലാശാല ആസ്ഥാനത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയധികം പോലീസ് സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇന്നലെയൊക്കെ എല്ലാ കവാടങ്ങളിലും കഴിഞ്ഞ ദിവസം SFIയുടെ പ്രതിഷേധം ഉണ്ടായ സമയത്ത് വളരെ കുറച്ച് പോലീസായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്രവേശന കവാടങ്ങളിലും വഴികളിലും എല്ലാം തന്നെ വലിയ തരത്തിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പക്ഷേ 12 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ചടങ്ങ് 12 മണിക്കാണ് പൂർത്തിയാക്കുക. 12 മണിക്കാണ് ഗവർണർ അവിടെ നിന്ന് പുറത്തേക്ക് പോകുക. അതോടുകൂടി മോഹൻ കുന്നമ്മേനും ഒരു പക്ഷേ ഈ സർവകലാശാലയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാനാകില്ല. കാരണം അദ്ദേഹം ഇന്ന് വരും എന്നുള്ള അറിയിപ്പാണ് സർവകലാശാല അധികൃതർക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് സർവകലാശാല നീങ്ങുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും. 10:50 കൂടിയാണ് KS അനിൽകുമാർ രജിസ്ട്രാർ അവിടെ എത്തുന്നത്. അദ്ദേഹത്തെ ആരും തടഞ്ഞില്ല. നേരെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിൽ തുടരുകയാണ്. ഒപ്പം ഏതാനും സിൻഡിക്കേറ്റ് അംഗങ്ങളും ആ മുറിക്കകത്ത് ഉണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഒരു വിയോജിപ്പിന്റെ സ്വരം ഉയർന്നു വന്നു കഴിഞ്ഞാൽ ശക്തമായി രജിസ്ട്രാർക്കൊപ്പം നിന്ന് പോരാടാൻ തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും തീരുമാനം. നേരത്തെ മാധ്യമങ്ങൾ കണ്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് നിയമപരമായുള്ളതല്ലാതെ നിയമവിരുദ്ധമായി ഒരു കാര്യവും ചെയ്തിട്ടില്ല. സിൻഡിക്കേറ്റിന്റെ പരമാധികാരം അതുപയോഗിച്ചാണ് KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയത്. ഒരു കാരണവശാലും അത്തരത്തിലൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് നീങ്ങേണ്ട കാര്യമില്ലായിരുന്നു എന്ന് അത് നിയമവിരുദ്ധമാണെന്നൊക്കെയാണ് ഇപ്പോഴും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. അതേസമയം VCയുടെ റിപ്പോർട്ട് രാജ്ഭവന് കിട്ടിയെങ്കിലും അവർ ഇതുവരെയായും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഇതിൽ ഗവർണർ ഇപ്പോൾ ഇടപെടേണ്ട, വൈസ് ചാൻസലറെ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ രാജ്ഭവൻ സ്വീകരിച്ചിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം നിയമപരമായ ഒരു പോരാട്ടത്തിന്റെ മുന്നിലേക്ക് ഇത് പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം രാജ്ഭവൻ ഈ വിഷയത്തിൽ ഇടപെടേണ്ട എന്നൊരു നീക്കം അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കേരള സർവകലാശാലയിൽ അതിനാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. VC രജിസ്ട്രാർക്ക് മുറിക്ക് പ്രത്യേക സംരക്ഷണം നൽകണമെന്ന് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിന്റെ ഉത്തരവ്. അനധികൃതമായി ആരെയും മുറിക്കുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത് എന്നുള്ള നിർദ്ദേശമെല്ലാം തള്ളിയാണ് ഇപ്പോൾ രജിസ്ട്രാർ എത്തിയിരിക്കുന്നത്. ഈ സർവകലാശാല സെക്യൂരിറ്റി ഓഫീസർക്കടക്കം നിർദ്ദേശം നൽകിയിരുന്നു. ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് നിലവിൽ രജിസ്ട്രാർ എത്തിയിരിക്കുന്നത്, അല്ലേ ബിനോയ്? തീർച്ചയായും. ഇന്ന് രാവിലെയാണ് സെക്യൂരിറ്റി വിഭാഗം മേധാവിക്ക് രജിസ്ട്രാറിന്റെ മുറിക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കണമെന്നും KS അനിൽകുമാറിനെ ആ മുറിയിൽ പ്രവേശിപ്പിക്കരുതെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയത്. എന്നാൽ KS അനിൽകുമാർ സർവകലാശാലയിലെത്തി രജിസ്ട്രാറുടെ മുറിയിലേക്ക് നീങ്ങുമ്പോൾ ആരും തന്നെ അദ്ദേഹത്തിനെ തടയാനില്ലായിരുന്നു. അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിലേക്ക് പോവുകയും ചെയ്തു. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ സമയത്ത് മിനി കാപ്പൻ നേരത്തെ തന്നെ അവിടെ എത്തി രജിസ്ട്രാറുടെ മുറിയിൽ പ്രവേശിക്കുമെന്നായിരുന്നു. എന്നാൽ അവർക്കും പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏതെങ്കിലും കാരണവശാൽ അവരെ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ തരത്തിലുള്ള
നിയമപരമായ പോരാട്ടത്തിനും പ്രശ്നങ്ങൾക്കൊക്കെ വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ അവര് തൽക്കാലം മിനിക്കാപ്പൻ ഇപ്പോഴും അവരുടെ 3ാം നിലയിലുള്ള പ്ലാനിംഗ് സെക്ഷനിലെ ഓഫീസിൽ തന്നെ തുടരുകയാണ്. വലിയ പോലീസ് സന്നാഹത്തിന് നടുവിലൂടെയാണ് രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ CTK അംഗങ്ങളുമുണ്ട്. ബിനോയ്, ഒപ്പം തന്നെ ഈ SFIയുടെയും DYFIയുടെയും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു മാർച്ച്, ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എപ്പോഴാണ് ഈ പ്രതിഷേധമെല്ലാം നടക്കുക തുടങ്ങിയ വിവരങ്ങളിൽ വ്യക്തതയുണ്ടോ? രാവിലെ 11:30 മണിക്കാണ് SFI കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും എന്ന് പറഞ്ഞിരുന്നത്. നിലവിൽ ഇതുവരെയായി DYFI മാർച്ച് നടത്തുമെന്ന് പറഞ്ഞിരുന്നത്. നിലവിൽ ഇതുവരെയായി അത്തരത്തിലൊരു നീക്കമൊന്നും കാണുന്നില്ല. ആരും എത്തിയിട്ടും ഇല്ല. DYFI കൂടാതെ KSUവിന്റെ പ്രതിഷേധ സംഗമം കേരള സർവകലാശാലയ്ക്ക് മുമ്പിലുണ്ട്. AUIFന്റെ പ്രതിഷേധമുണ്ട്, ASFന്റെ പ്രതിഷേധമുണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ നിലവിൽ അങ്ങനെ അത്തരം പ്രതിഷേധങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ രജിസ്ട്രാർ എന്തായാലും അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയിരിക്കുന്നു. രജിസ്ട്രാറെ തടയണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ അതിലംഘിച്ചുകൊണ്ട് അദ്ദേഹം മുറിയിലേക്ക് പോയിരിക്കുന്നു. ഇനി എന്ത് തരത്തിലുള്ള പോരാട്ടം, നിയമ പോരാട്ടമാണോ, അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും വരും മണിക്കൂറുകളിൽ ഈ അപ്ഡേഷൻ എല്ലാം ഉണ്ടാകും. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിലെത്തി, ഓഫീസിൽ എത്തി. VCയെ വെല്ലുവിളിച്ച രജിസ്ട്രാറെ തടയണമെന്ന നിർദ്ദേശം നടപ്പായില്ല. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആന്റണി ജിസ് ജോർജും ഒപ്പം D ബിനോയും.